ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗാഥ, നൗ ഐ റിയലി ലവ് യു. പ്ലീസ്. നിങ്ങൾക്കൊക്കെ സ്നേഹിക്കാനും കൂടെ നടക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. മാം, ഈ നാട്ടിൻപുറത്തെ അമ്മയും മോളും ആകുമ്പോ മിണ്ടരുത്. നാട്ടിൻപുറത്തെ അമ്മയ്ക്കും മോക്കും എന്തത്ര വലിയ പ്രത്യേകത? ഞാൻ നീട്ടി എന്റെ ചില്ലറ വാങ്ങിയിട്ട് എന്റെ എച്ചില് തിന്നാൻ വേണ്ടി ഈ വീട്ടിനകത്ത് കയറി വന്നവളവള്. നിഷേധിച്ചിറങ്ങി പോയത് കണ്ടില്ലേ? അവളുടെ അമ്മ എന്നോട് ചെയ്തതിന് പ്രതികാരം തീർക്കാനായിട്ട് ഞാൻ ശ്രമിച്ചാലുണ്ടല്ലോ, അവൾ പിന്നെ ജീവനോട് ഉണ്ടാവില്ല. സിനി മാം, അതിനെപ്പറ്റി ചിന്തിക്കണ്ട. കുറച്ചു കഴിയുമ്പോ നമുക്ക് കൃഷ്ണനെ വിളിക്കാം. നോ, അവളുടെ അമ്മ എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തതാ. ഇനി ഇവളായിട്ട് എന്റെ മകളുടെ ലൈഫ് സ്പോയിൽ ചെയ്താലുണ്ടല്ലോ, രണ്ടുപേർക്കും ഒരുമിച്ചുള്ള ശിക്ഷയായിരിക്കും ഞാൻ വിധിക്കുക. സിതാര ശ്രീനിവാസനെ കുറിച്ചേ അവളുടെ അമ്മയോട് പറയണം. അവൾ അത് കേട്ട് നടുങ്ങണം, കരയണം. ആ അവസ്ഥയിൽ എത്തിച്ചു കളയും ഞാൻ. ഹലോ. നന്ദോൽ സാറേ, ഞാൻ അയ്യപ്പനാ. എന്താ അയ്യപ്പ, എന്തെങ്കിലും വിവരം കിട്ടിയത്? എനിക്ക് അതെ, ഞാനിപ്പോ കുളനട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് കുറച്ചപ്പുറത്തുള്ള ഒരു ഗ്രാമത്തില് നാഗപൂജ ചെയ്യുന്ന 2 ഇരട്ട പെൺകുട്ടികൾ ഉണ്ടെന്നുള്ളൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ഓ, അത് വലിയ കാര്യമാണല്ലോ. ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലേ? പറ്റും. ഞാൻ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരുക്കത്തിലാ. സാറിനെ വിളിച്ചിട്ടൊന്ന് പോകാന്ന് കരുതി. എങ്കിൽ പിന്നെ അടിക്കണ്ട, പെട്ടെന്ന് പോയിട്ട് എല്ലാം അറിഞ്ഞിട്ട് വരൂ. അമ്മയ്ക്ക് വലിയ സന്തോഷാവും. ആയിക്കോട്ടെ സാറേ, ഇന്നോ നാളെയോ തന്നെ ഞാൻ വിവരം തരാം. ശരി, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഓക്കെ. അമ്മേ, അമ്മേ. എന്താ നന്ദ? അയ്യപ്പനിപ്പോ വിളിച്ചിരുന്നു അമ്മേ. അന്വേഷണത്തിന്റെ കാര്യം ബഹുദൂരം പോയിരിക്കുന്നു. എന്താ പറഞ്ഞേ? അയാളിപ്പോ കുളനടയിലാ ഉള്ളത്. അവിടെ അടുത്തൊരു ഗ്രാമത്തില് നാഗപൂജ ചെയ്യുന്ന 2 ഇരട്ട പെൺകുട്ടികളുണ്ടെന്ന് ഒരറിവ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പോകാൻ പറഞ്ഞില്ലേ അങ്ങോട്ട്? പറഞ്ഞു, അയാൾ അങ്ങോട്ട് പോവാന്നും പറഞ്ഞു. ഈശ്വരാ, നമ്മളെ ലക്ഷ്യത്തിലേക്ക് ഏതാണ്ട് അടുത്തോണ്ടിരിക്കമ്മേ. ആദ്യം കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് അറിയട്ടെ. ഗുരുജി പറഞ്ഞ പെൺകുട്ടിയെ കണ്ടെത്തുന്ന നിമിഷം സിത്താരയോട് ഈ വിവാഹം ഒഴിയുന്ന കാര്യം പറയണം. അതിനു മുൻപ് തൽക്കാലം ഒരു സംസാരവും വേണ്ട. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എത്തിയാലും വിവാഹം മുടക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യ. ഒരു നിർവാഹവും ഇല്ലെന്ന് വന്നാ സുമിത്ര തന്നെയാണ് മാർഗം. കാര്യങ്ങളെല്ലാം അവളെ പറഞ്ഞു മനസ്സിലാക്കണം. നവീന്റെ ജീവൻ ആപത്തുണ്ടാവൂന്ന് അറിഞ്ഞു കഴിഞ്ഞാ സുമിത്ര പിന്നെ മറ്റൊന്നും നോക്കില്ല. അവള് നമ്മുടെ കൂടെ തന്നെ നിൽക്കും. സുമിത്ര പറയുന്നൊന്നും ഒരിക്കലും തട്ടിക്കളയാൻ നവീന് പറ്റില്ല. അല്പം വിഷമത്തോടെയാണെങ്കിലും സുമിത്ര അവനനുസരിക്കും. അത് വിശ്വാസമില്ലേ നിനക്ക്? ഉണ്ട്. സുമിത്രയോട് അത്രയ്ക്ക് സ്നേഹമുണ്ട് നവീന്. ദേവഗീതേതാണെങ്കിൽ അതാർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ലല്ലോ. ഗുരുജി പറഞ്ഞു ഒന്നും ഒരിക്കലും പിഴച്ചിട്ടില്ല. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെയൊക്കെ നടന്നപ്പോ കളരിക്കൽ കുടുംബത്തിന് നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. സുമിത്രയ്ക്കോ നവീനോ എന്തെങ്കിലും ഒരു വിശ്വാസക്കുറവ് തോന്നിയാ ഗുരുജിയെ നേരിട്ട് വരുത്തി അദ്ദേഹത്തിനെ കൊണ്ടു തന്നെ പറയിപ്പിക്കാം. എന്താ? അതാവും ഒന്നുകൂടി നല്ലത്. ഏതായാലും അയ്യപ്പന്റെ അന്വേഷണം പൂർത്തിയാവട്ടെ.
നൗ ഐ റിയലി ലവ് യു. പ്ലീസ്. താങ്ക് യു നവീൻ. എടോ താനെന്തിനാടോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? എന്നെ വിളിച്ചതല്ലേ? ഈ പൂവെടുത്ത് കൈനീട്ടി വിളിച്ചതല്ലേ? എടോ താൻ എന്ത് വേഷം കെട്ടാടോ ഈ കാണിക്കുന്നത്? അല്ല സാർ, തന്നോട് ഞാനൊരു പ്രൊജക്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നില്ലേ? അത് ഇതുവരെ മേശപ്പുറത്തെത്തിയില്ലല്ലോ. സ്റ്റാഫിന്റെ സാലറിയുടെ ഹൈക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എവിടെ? എടോ എന്തിനോടോ താൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ഒരു കോമൺ സെൻസ് ഇല്ല തനിക്ക്? ഉണ്ട് സാറേ, എനിക്ക് കോമൺ സെൻസ് ഉണ്ട്. അതുകൊണ്ട് സാറിന്റെ ഈ ദേഷ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നെ സാറേ, രണ്ടു പേര് തമ്മിൽ കാണുന്നതും പ്രേമിക്കുന്നതും പ്രണയത്തിന്റെ ആദ്യ ഘട്ടമാ. രണ്ടാമത്തെ ഘട്ടം എന്താണെന്നറിയോ? പരിസരം പോലും മറന്ന് ഒരാള് മറ്റൊരാളെ നനച്ച് ഒരേ ഇരിപ്പാ. ദേ സാറിപ്പ ഇരുന്ന പോലെ. അടുത്ത ഘട്ടമുണ്ട്. ഓ, അത് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക എന്നുള്ളതാ. സാറേ, ഇപ്പൊ അതിലേക്കുള്ള യാത്രയില്ല സാറ്. സാറിനിപ്പോ പ്രൊജക്ട് റിപ്പോർട്ടും ആവശ്യമില്ല, ലാഭക്കണക്കും വേണ്ട. സാറിന്റെ മനസ്സിലേ ഇപ്പൊ ഒരൊറ്റ പേരേ ഉള്ളൂ, ഗാഥ. ഗാഥ. അതേടോ മാണിക്കുഞ്ഞെ, ഏത് നിമിഷവും കണക്കുകൾ മാത്രം ഉണ്ടായിരുന്ന എന്റെ തലച്ചോറില് അതൊക്കെ അവധിയെടുത്ത് പോയടോ. പകരം ഒഴുകി നടക്കുന്നത് മുഴുവൻ അവളുടെ രൂപം.